Hi friends, Namaskaram. PSC of Kerala മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC of Kerala നടത്തുന്ന മിഷൻ LDC 2020യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഭാഗമാണെങ്കിൽ കൂടി മൊത്തം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എസൻസ് അല്ലെങ്കിൽ സമ്മറി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ വായിക്കുന്നതിലൂടെ മനസ്സിലാകാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, അതായത് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ക്ലാസ്സിൽ 1946 ഡിസംബർ 13 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നത് അവതരിപ്പിക്കുകയും അതാണ് പിന്നീട് പ്രിയാമ്പിളിന്റെ ഒരു ബേസിസ് ആയിട്ട്, ആമുഖത്തിന്റെ ഒരു ബേസിസ് ആയിട്ട് മാറിയത് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ആയി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഈ ഒരു ആമുഖത്തിന്റെ എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത് പ്രധാനപ്പെട്ട ചില വ്യക്തികൾ പറഞ്ഞത് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി മാത്രം. പ്രമുഖ ജൂറിസ്റ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടുമായിരുന്ന N.A. ഫൽക്കിവാല ഇതിനെ വിശേഷിപ്പിച്ചത് ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ അതിലുള്ള ഒരു മെമ്പറായിട്ട് ഡോക്ടർ K.M. മുൻഷിയെ മെൻഷൻ ചെയ്തിരുന്നു. അദ്ദേഹം ഈ ഒരു പ്രിയാമ്പിളിനെ, അതായത് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഹൊറോസ്കോപ്പ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. ഈ ഒരു വിശേഷണങ്ങളെല്ലാം ഈ ഒരു പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് പ്രിയാമ്പിളിലെ ടെക്സ്റ്റിലോട്ട് പോവാം. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രിയാമ്പിളിന്റെ മലയാളവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടെക്സ്റ്റും. ഇപ്പൊ നമ്മൾ മലയാളം വേർഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിന്റെ മലയാളം ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിലുള്ള വേർഡ്സ് എന്തൊക്കെയാണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് ഈ പ്രിയാമ്പിളിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെല്ലാം ഇതിനെ വിശേഷിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ അടങ്ങിയിട്ടുള്ളത് സോഴ്സ് അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് എന്താണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആധാരം അല്ലെങ്കിൽ അതോറിറ്റി ആരാണ്, ഈ ഒരു ഭരണഘടനയുടെ അതോറിറ്റി ആരാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇന്ത്യക്കാരായ ജനങ്ങൾ എന്ന് വെച്ചാൽ, അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളാണ് ഇവിടെയുള്ള ഭരണഘടനയുടെ പരമാധികാരം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണ് എന്നത് നമുക്ക് പ്രിയാമ്പിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതാണ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി മലയാളത്തിലും ഡിസ്കസ് ചെയ്തതാണ്. ശേഷം എന്തൊക്കെയാണ് ഈ ഒരു ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഓരോ പൗരനും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ശേഷം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാവുന്ന ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ആണ്. 1949 നവംബർ 26-നാണ് നമ്മൾ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിയാമ്പിളിൽ കൊടുത്ത ഒരേ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 1949 നവംബർ 26 എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ഭരണഘടന അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ ആയിട്ട് ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബർ 26 എന്ന ഒരു ഇൻഫർമേഷൻ കൂടി ഇതുമായി ചേർത്ത് ഓർത്തു വെക്കുക. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വേർഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.
കീവേഡ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നേച്ചർ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, പ്രിയാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാം എന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് സോവറൈൻ എന്നതാണ്. സോവറൈൻ അതായത് പരമാധികാരം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തോ അല്ല, മറിച്ച് ഇന്ത്യ ഒരു പരമാധികാരമുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നേഷനാണ് എന്നാണ് സോവറൈൻ എന്ന വാക്കുകൊണ്ട്, പ്രിയാമ്പിളിൽ നൽകിയിട്ടുള്ള സോവറൈൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇന്ത്യ മറ്റ് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ കോമൺവെൽത്ത് എന്നിവയിലെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ചില പ്രോട്ടോകോളുകൾ അല്ലെങ്കിൽ നമ്മളൊരു അന്താരാഷ്ട്ര ഫോറത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ അവയുടെ ചില നിയമാവലികളെല്ലാം നമ്മൾ അനുസരിക്കേണ്ടി വരും. എന്നാൽ അത് ഒരിക്കലും ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ടേം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എന്നതാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന എന്നത് ഭേദഗതി ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ 100ഓളം ഭേദഗതികൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഭരണഘടനാ ഭേദഗതികളാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. വളരെ കുറച്ച് ഭരണഘടനാ ഭേദഗതികൾ മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് മാത്രം നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ ഈ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് 1970-കളിലുണ്ടായ 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് അഥവാ ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ അതുവരെ, അതായത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന്റെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന വാക്കുണ്ടായിരുന്നില്ല, മറിച്ച് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു വാക്ക് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത് എന്ന് അറിഞ്ഞു വെക്കുക. ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, അതായത് സോഷ്യലിസ്റ്റ് എന്നതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, മറിച്ച് ഒരു മിക്സഡ് എക്കണോമി എന്ന രീതിയിലാണ് ഇവിടെ സോഷ്യലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയോ അല്ല, മറിച്ച് ഒരു മിക്സഡ് എക്കണോമിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പ്രൈവറ്റിനും അതുപോലെ തന്നെ ഗവൺമെന്റിനും ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു എക്കണോമിയാണ് ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത്. എന്നാൽ 1991 ഉണ്ടായിട്ടുള്ള LPG റിഫോംസിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇന്ത്യ സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന്. അതുകൂടി ഇതോടൊപ്പം ചേർത്ത് ഓർത്തു വെക്കുക. അടുത്ത ടേം എന്ന് പറയുന്നത് സെക്യുലർ എന്നതാണ്. സെക്യുലർ അതായത് മതനിരപേക്ഷത. ഇന്ത്യ എന്ന ഈ ഒരു രാജ്യത്ത് അനേകം മതവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മുടെ മതനിരപേക്ഷതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെയാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന വാക്ക് എഴുതി ചേർത്തത് നേരത്തെ പറഞ്ഞ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന്റെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്നും സെക്യുലർ എന്നും ഉള്ള 2 വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയെല്ലാം എഴുതി ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് പോസിറ്റീവ് സെക്യുലറിസം എന്നതാണ്. അതായത് നമ്മൾ വിദേശ നാടുകളിൽ എടുക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും നെഗറ്റീവ് ആയിട്ടുള്ള സെക്യുലറിസം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരിക്കലും രാജ്യം മതത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. എന്നാൽ മറിച്ച് ഇന്ത്യയിൽ അത്തരത്തിലുള്ള അല്ല, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർഫറൻസ്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇടപെടൽ പലപ്പോഴും രാജ്യത്തിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്ത് മതപരമായ കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നതും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെമോക്രാറ്റിക് എന്ന ടേമാണ്, അതായത് ജനാധിപത്യം. നമ്മുടെ രാജ്യം നമുക്കറിയാം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെയുള്ള സുപ്രീം പവർ ഇവിടെയുള്ള ജനങ്ങൾ തന്നെയാണ്. അതിന്റെ അതോറിറ്റി, ഇന്ത്യൻ ഭരണഘടനയുടെ അതോറിറ്റി എന്ന് പറയുന്നതും ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിലെ ഡെമോക്രസി എന്നുള്ളത് നമുക്ക് ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ആയിട്ടാണ് നമുക്ക് പറയാവുന്നത്. അതായത് ഒരു പ്രത്യക്ഷ ജനാധിപത്യമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഒരു നിയമനിർമ്മാണം നടക്കണമെങ്കിലും ജനങ്ങളാണ് ആ ഒരു പ്രപ്പോസലിനെ വോട്ട് ചെയ്ത് അതിനെ നിയമമാക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് സ്വിറ്റ്സർലാൻഡ് എന്ന രാജ്യമാണ്. പക്ഷെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, അതായത് പരോക്ഷമായിട്ടുള്ള ജനാധിപത്യമാണ്. നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ആ ജനപ്രതിനിധികളാണ് നമുക്ക് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതും ഭരണം നടത്തുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള ഡെമോക്രസി, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന ടേമാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡ് റിപ്പബ്ലിക് എന്നതാണ്. ഇവിടെ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ളത് ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അത്
നമ്മൾ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ, ഒരുപക്ഷെ നമുക്ക് ഉദാഹരണമായിട്ട് രാജ്ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ നോക്കാം. അത്തരം രാജ്യങ്ങളിലാകട്ടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിരിക്കില്ല, മറിച്ച് ആ ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും അവിടെ രാജാവായിട്ട് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ അവയെ നമ്മൾ മൊണാർക്കി എന്നാണ് വിളിക്കുന്നത്. അവയെ ഒരിക്കലും റിപ്പബ്ലിക് ആയിട്ട് നമ്മൾ കണക്കാക്കാറില്ല. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. കൂടാതെ തന്നെ പൊളിറ്റിക്കൽ സോവറിറ്റി, അതായത് രാഷ്ട്രീയമായ പരമാധികാരം എന്നുള്ളത് ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും. കൂടാതെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്, ആർക്കും പ്രത്യേകമായിട്ടുള്ള അധികാരമില്ല, എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുകയും ഇന്ത്യയിലുള്ള എല്ലാ ഓഫീസുകളും, അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സാധാരണക്കാരന് വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് റിപ്പബ്ലിക് എന്ന ഒറ്റ ടേം കൊണ്ട് ഇവിടെ ഭരണഘടന രചയിതാക്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ടേംസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 4 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു: സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് എന്നുള്ളത്. ഒരുപക്ഷെ പലപ്പോഴും ഇതിന്റെ ഓർഡർ എക്സാമിന് എങ്ങനെയാണ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ ഇതൊരു കൃത്യമായിട്ട് ഡിക്ഷണറിയിൽ എങ്ങനെയാണോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആ രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആദ്യം ഈ വേർഡുകളെല്ലാം ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം വരുന്ന ടേം ഡെമോക്രാറ്റിക്, പിന്നീട് സെക്യുലർ, പിന്നീട് സോഷ്യലിസ്റ്റ്, പിന്നീട് സോവറിൻ എന്ന രീതിയിലായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പത്തിന് അങ്ങനെ ഒരു കാര്യം ഇവിടെ ചിന്തിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ പോകുന്നത് പ്രിയാമ്പിളിലെ മറ്റ് ടേംസിലേക്കാണ്. അടുത്ത കീവേഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് എന്നതാണ്, അതായത് നീതി. ഇന്ത്യയുടെ ഭരണഘടന ഏതെല്ലാം നീതികളാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പു നൽകുന്നത്? സാമൂഹികവും രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള നീതിയാണ് ഇന്ത്യയുടെ ഓരോ പൗരനും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അടുത്ത ടേം എന്ന് പറയുന്നത് ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഓരോ പൗരനും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അത് ഇന്ത്യയിലെ ആമുഖത്തിൽ തന്നെ എഴുതി ചേർക്കുന്നതിന് നമ്മുടെ ഭരണഘടനാ രചയിതാക്കൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അടുത്ത ടേം എന്ന് പറയുന്നത് ഇക്വാലിറ്റി അഥവാ സമത്വം എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ടേം എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം എന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഇന്ത്യയിൽ സാഹോദര്യം പുലർത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ എല്ലാ 130 കോടി ജനങ്ങൾക്കും ഒറ്റ സിറ്റിസൺഷിപ്പ് നമ്മൾ നൽകുന്നത്. അതായത് മറ്റൊരു ഇന്ത്യക്കാരൻ നമ്മുടെ സഹോദരനാണ്, അഥവാ നമുക്കിടയിൽ സാഹോദര്യം വളർത്തുക എന്നതാണ് പ്രധാനമായിട്ടും ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംഗിൾ സിറ്റിസൺഷിപ്പ് നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സാഹോദര്യം വളർത്തുക എന്നതുകൂടിയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് മറ്റൊരു ഭാഗത്തുകൂടി ഈ ഒരു സാഹോദര്യം എന്ന ടേം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 51A എന്നതിന് കീഴിലാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ എന്നതിന് കീഴിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ടേംസ് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ഓർഡർ നമ്മൾ നേരത്തെ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നതിന്റെ ഓർഡർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നതിന്റെ ഓർഡറും ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ഇതിന് കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഇതിലിപ്പോ ലിബർട്ടി മാത്രം കുറച്ച് കൂടുതലുണ്ട്. ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഒരുവിധം എക്സാമിന് വന്നു കഴിഞ്ഞാലും എലിമിനേറ്റ് ചെയ്ത് ആൻസറിൽ എത്താവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ക്ലാസ്സിൽ ഇനി അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അതായത് ഈ പ്രിയാമ്പിൾ, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നത് ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള ഒരു തർക്കം ഉടലെടുക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ആ കേസ് സുപ്രീം കോടതിയിൽ എത്തുകയും 1960 ബെറുബാരി യൂണിയൻ കേസ് എന്ന കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞത് പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്നുള്ളത് ഭരണഘടനയുടെ ഭാഗമല്ല എന്നുള്ളതാണ്. നമുക്കറിയാം സുപ്രീം കോടതിക്ക് മാത്രമേ അതിന്റെ വിധിയെ തിരുത്താൻ അധികാരമുള്ളൂ. പിന്നീട് 1973 സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി തങ്ങളുടെ മുൻ നിലപാട് തിരുത്തിയത്. ഇതിൽ പ്രിയാമ്പിൾ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു ഭാഗം തന്നെയാണെന്ന് സുപ്രീം കോടതി വിധി പറയുകയുണ്ടായി. കേശവാനന്ദ ഭാരതി എന്നുള്ള കേസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കേശവാനന്ദ ഭാരതി കേസ് കൂടുതൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്.
ശേഷം 1995 LIC ഓഫ് ഇന്ത്യ കേസിലും സുപ്രീം കോടതി തങ്ങളുടെ കേശവാനന്ദ ഭാരതി കേസിലെ അതേ വിധി തന്നെയാണ് പറഞ്ഞത്. അതായത് പ്രിയാമ്പിൾ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പാർട്ടാണെന്നുള്ളത് സുപ്രീം കോടതി വീണ്ടും അടിവരയിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഈ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് കേശവാനന്ദ ഭാരതി കേസ്, 1973 കേശവാനന്ദ ഭാരതി കേസാണ്. കാരണം ആ കേസിലാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു ഭാഗം തന്നെയാണെന്ന് വിധി പറയുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ടേംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള രണ്ട് ടേമുകൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് പറയുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എന്നുള്ളത് ഒറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇതുവരെ മറ്റ് ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരവും ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം അമെൻഡ് ചെയ്തിട്ടില്ല, അത് ഭേദഗതി ചെയ്തിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നത് ആ ഡേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഓർഡർ, സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നതിന്റെ ഓർഡർ ഒരുപക്ഷെ ചോദ്യമായിട്ട് വരാം. അതുകൂടാതെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഭരണഘടനാ ഭേദഗതി എന്നിവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അത് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അത് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.